ഛത്തീസ്ഗഡിൽ പെൺകുട്ടികൾക്ക് സംരക്ഷണമൊരുക്കിയ CPI ജില്ലാ സെക്രട്ടറിക്ക് ഭീഷണി. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ദളിത് വിരുദ്ധ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ബജ്രംഗ് ദൾ അതിക്രമത്തിനിരയായ 3 പെൺകുട്ടികൾക്ക് സംരക്ഷണമൊരുക്കിയതിന് CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ഭീഷണി. പെൺകുട്ടികൾക്കും CPI ജില്ലാ സെക്രട്ടറി ഫൂൽ സിംഗിനും സംരക്ഷണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്ക് കത്തയച്ചു. ബജ്രംഗ് ദളുകാർ ഭീഷണിപ്പെടുത്തി ഒപ്പിട്ട് വാങ്ങിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2 മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത്. പിന്നീട് CPI സംരക്ഷണം ഏറ്റെടുത്ത പെൺകുട്ടികൾ തങ്ങൾക്ക് നേരിടേണ്ടിവന്ന മാനസിക ശാരീരിക പീഡകൾ തുറന്നു പറയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഇതിനിടെയാണ് CPI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരായ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണവും നടക്കുന്നുണ്ട്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൽ നടത്തിയ ദളിത് വിരുദ്ധ പരാമർശത്തിൽ പ്രതികരിച്ച് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം നിർഭാഗ്യകരമെന്ന് മന്ത്രി പ്രതികരിച്ചു. ഭരണഘടനാപരമായ പദ്ധതികളാണ് ഇടതു സർക്കാർ കൊണ്ടുവരുന്നത്. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി ഇനിയും ഫണ്ട് ചെലവഴിക്കുമെന്നും OR കേളു വ്യക്തമാക്കി. നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ സ്പാൻ തകർന്നു വീണ് തൊഴിലാളി മരിച്ചു. തൃക്കുന്നപ്പുഴ സ്വദേശിയായ ബിനു ആണ് മരിച്ചത്. ചെന്നിത്തല കീച്ചേരിൽ കടവ് പാലത്തിന്റെ സ്പാനാണ് ഇന്നലെ 3 മണിയോടെ തകർന്നു വീണത്. 7 തൊഴിലാളികളാണ് വെള്ളത്തിൽ വീണത്. ഇതിൽ 2 പേരെ കാണാതായിരുന്നു. കല്ലുമല മാവേലിക്കര സ്വദേശിയായ കിച്ചു രാഘവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. 5 പേർ നീന്തി കരക്കെത്തിയിരുന്നു. ചെന്നിത്തല ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നു വീണത്. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന പരമ്പരയിൽ സംശയനിഴലിൽ നിൽക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ വീണ്ടും അസ്ഥികൾ. വീടിന്റെ പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ ലഭിച്ചിരിക്കുന്നത്. 20ലേറെ അസ്ഥികൾ ലഭിച്ചതായാണ് വിവരം. അസ്ഥികൾക്ക് 6 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളുടെ വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ 2 വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചിരുന്നത്. ചുരുങ്ങിയത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് ഒരു അംഗത്തിന് മത്സരിക്കാനാവൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത്. എന്നാൽ പത്രിക തള്ളിയത് ഗൂഢാലോചനയാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഗുണ്ടകളുടെ ആസ്ഥാനമായി മാറിയെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ കത്തയച്ചതായി വിവരം. ഇക്കാര്യം ഉന്നയിച്ച് അബ്ദുൽ ഫത്തേ മഹദി അറ്റോർണി ജനറൽ അബ്ദുൽ സലാം അൽ ഹുത്തിക്ക് കത്തയച്ചു. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടു. നീതിയും സത്യവും സംരക്ഷിക്കുന്നതിന് ശിക്ഷ നടപ്പാക്കുന്നതിന് പുതിയ തീയതി അടിയന്തരമായി നിശ്ചയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ NG, സൂപ്രണ്ട് ഫിറോസ് S, സെക്ഷൻ ക്ലർക്ക് ബിനി R എന്നിവർക്കെതിരെയാണ് നടപടി. സ്കൂളിലെ പ്രധാനാധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. ഇംഗ്ലണ്ടിനെ 6 റൺസിന് തോൽപ്പിച്ചു. 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 367 റൺസിന് പുറത്തായി. വിജയത്തോടെ പരമ്പര ഇന്ത്യ സമനിലയിലാക്കി. 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. പരാജയത്തിലേക്ക് ഇന്ത്യ പോകുമെന്ന മത്സരമാണ് തിരികെ പിടിച്ചത്. ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയും ഫിലിപ്പീൻസും ആദ്യമായി സംയുക്ത കപ്പൽ നാവികാഭ്യാസങ്ങൾ നടത്തി. ഞായറാഴ്ച ആരംഭിച്ച ദ്വിദിന സംയുക്ത നാവികാഭ്യാസങ്ങൾ വിജയകരമായിരുന്നുവെന്ന് ഫിലിപ്പീൻസ് സായുധ സേനാ മേധാവി ജനറൽ റോമിയോ ബ്രൗണർ പറഞ്ഞു. ഭാവിയിൽ ഫിലിപ്പീൻസ് സേനയ്ക്ക് ഇന്ത്യയുടെ സൈന്യവുമായി കൂടുതൽ സംയുക്ത അഭ്യാസങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം 5 ദിവസത്തെ സന്ദർശനത്തിനായി ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് R. മാർക്കോസ് ഡൽഹിയിലെത്തി. 2022 അധികാരമേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മാർക്കോസ് ജൂനിയർ ഇന്ത്യ സന്ദർശിക്കുന്നത്.
ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരും. അടുത്ത 5 ദിവസം മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ജനകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.